ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പോൾ ഇന്ന് ജനുവരി 1 ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നിവിടെ ഓഫാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ലഞ്ച് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ എന്താണ് എല്ലാവരുടെയും പുതിയ ന്യൂ ഇയർ റെസൊല്യൂഷൻസ്, ഈ വർഷത്തെ പ്ലാൻ എന്താണ്, അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ആ കാണുന്ന സ്ക്രീനിൽ നമ്മുടെ ഡെയിലി ടെമ്പറേച്ചർ കാണിക്കും കേട്ടോ. ഇന്ന് 22.6 ആണ്. ഒരു 12 മണിയായിട്ടുണ്ടാവും, ഉച്ച ടൈമാണ്. ആൻഡ് ആ കാണുന്ന ബിൽഡിംഗ് കണ്ടോ, അത് നമ്മൾ പറയത്തില്ലേ പെട്ടെന്നൊരു ദിവസം പൊട്ടിമുളച്ചു എന്നൊക്കെ, അതുപോലെ ഈ കഴിഞ്ഞ ഡിസംബറിൽ നമ്മുടെ അബുദാബിയിൽ വന്നൊരു ബിൽഡിംഗ് ആണ് കേട്ടോ. ഇത് ടോട്ടൽ 15 നിലയുണ്ട്. വെറും 12 ദിവസം കൊണ്ടാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. മോഡുലർ കൺസ്ട്രക്ഷൻ മെത്തേഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ മെയിൻ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ സീറോ കോൺക്രീറ്റ് ആണ്. അതായത് കാർബൺ എമിഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ സസ്റ്റൈനബിലിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസ്ട്രക്ട് ചെയ്തൊരു ബിൽഡിംഗ് ആണ് കേട്ടോ അത്. ഇങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഷാദിയയിലേക്കാണ് ഫുഡ് കഴിക്കാനായിട്ട്. ഈ കണ്ടോ, ഈ ഒരു പച്ചപ്പൊക്കെ അബുദാബിയിൽ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. അതായത് ദുബൈ വെച്ച് നോക്കുമ്പോൾ അബുദാബിയിലാണ് കുറച്ചുകൂടെ ഇത് കാണുന്നത്. പിന്നെ കണ്ടോ, ഈ ആൾക്കാർ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് വണ്ടികളൊക്കെ ശാന്തമായി നിർത്തിയിടുന്നത് ഇന്ന് നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റുമോ? ഇപ്പം നമ്മൾ സീബ്ര ക്രോസിൽ കൊണ്ട് നടന്നാലും പകുതി എത്തിയാൽ പോലും വണ്ടികൾ ചീറിപ്പാഞ്ഞ് വരികയാണല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ റൂൾസൊക്കെ അത്രയും സ്ട്രിക്റ്റ് ആയതുകൊണ്ടാവാം. ഓക്കെ, അതൊക്കെ പോട്ടെ. ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. ഞാൻ ഇന്ന് ബിരിയാണി ആട്ടോ പറഞ്ഞത്, ഇക്ക മീൽസോ പറഞ്ഞത്. ആൻഡ് ഇത് ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ്, ലഗൂൺ ബിരിയാണിയാണ് കേട്ടോ. നമ്മുടെ ചിക്കൻ ബിരിയാണി പോലെ തന്നെയാണ്. ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ലഗൂൺ ചിക്കൻ യൂസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതിൽ ബോൺസ് കുറച്ച് കൂടുതൽ, ചിക്കനെ വെച്ച് നോക്കുമ്പോൾ ബോൺസ് കുറച്ച് കൂടുതലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ബിരിയാണി, ആ റൈസും മസാലയും ഒക്കെ നല്ല ടേസ്റ്റായിരുന്നു. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു വിനേഗറിലിട്ട ഒരു സവാളയുടെ ഒരു പിക്കിളുണ്ട് കേട്ടോ. അതും ഈ സാലഡും, ആ യോഗട്ട് സാലഡും അച്ചാറും ആ ചിക്കനും കൂടെ വെച്ചിട്ട് കഴിക്കുമ്പോൾ ഉള്ള ഫീൽ ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാനാണ് എനിക്കിഷ്ടം കേട്ടോ. പിന്നെ ഒക്കെ മീൽസിൻ്റെ കൂടെ ഈ ഒരു കുഞ്ഞൻ പ്രോൺസ് ഫ്രൈ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നല്ല ക്രിസ്പി ആയിരുന്നു. നല്ല വെളിച്ചെണ്ണയിൽ ഡീപ്പ് ഫ്രൈ ചെയ്തായിരുന്നു കേട്ടോ. അത് നമ്മൾ കഴിക്കുമ്പോൾ തന്നെ ആ കറക്റ്റ് ആ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. നമ്മുടെ ഇലയൊക്കെ ക്ലീനാക്കി അതടച്ചു. അത് കഴിഞ്ഞിട്ട് കൈയൊക്കെ വാഷ് ചെയ്തിട്ട് ഇറങ്ങുന്ന ടൈമിൽ ഈ മൗത്ത് ഫ്രഷ്നറായിട്ട് ഈ ജീരകവും ഈ കുഞ്ഞു മിഠായി ഉണ്ട് കേട്ടോ. അതെൻ്റെ ഫേവറേറ്റാണ്. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് മധുരമാവല്ലോ, അങ്ങനെ കുറച്ച് പായസവും കിട്ടി. അത് കഴിഞ്ഞിട്ട് ബില്ലടിക്കാൻ നിന്ന ടൈമിലാണ് ഈ സംഭവം എൻ്റെ കണ്ണിൽപ്പെട്ടത്. ഇതെവിടെ കണ്ടാലും ഞാൻ വാങ്ങും. ഇതിനകത്ത് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. നെല്ലിക്ക, മാങ്ങ, പൈനാപ്പിൾ, ക്യാരറ്റ് എല്ലാം കൂടി ആയിട്ടായിരുന്നു കേട്ടോ. അതിന് നമുക്ക് സിറ്റിയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. നമ്മളിപ്പോൾ കയറുന്നത് മക്ത ബ്രിഡ്ജാണ്. ആൻഡ് ആ കാണുന്നത് ഷെയ്ഖ് സായിദ് ബ്രിഡ്ജാണ് കേട്ടോ. നമ്മൾ സിറ്റിയിലേക്ക് കയറുന്ന 2 ബ്രിഡ്ജസാണ് അത്. അപ്പോൾ എന്തായാലും 2026 എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ. നമ്മളിത് ആ കാണുന്ന ഗ്രാൻഡ് മോസ്ക് ആണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.